സോമാറ്റോ സൈക്കിക് ഡിസീസ് എന്ന് പറയും. ശാരീരിക പ്രശ്നങ്ങൾ മനസ്സിനെ ബാധിക്കും. ഇതേപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ സൈക്കോസോമാറ്റിക്, മനസ്സിന്റെ പ്രശ്നങ്ങൾ ശരീരത്തെയും ബാധിക്കാം. അതുകൊണ്ട് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, അതിന് പരിഹാരം നേടുക. ഔദ്യോഗിക രംഗത്തുള്ള പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുക, പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക, സമയബന്ധിതമായത് പരിഹരിക്കുക. ശരിയായ ഒരു വ്യായാമ പദ്ധതി നമുക്ക് ആവശ്യമാണ്. ആദ്യ വ്യായാമം ശരിക്ക് ശ്വസന വ്യായാമം തന്നെയാണ്. ദീർഘമായി നിശ്വസിക്കുക. അങ്ങനെ ശ്വസന വ്യായാമങ്ങളുടെ പരിശീലനം മനസ്സിനെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പോൾ ദേഷ്യമുണ്ടാകുന്നു, സങ്കടമുണ്ടാകുന്നു, ഈ സമയത്ത് നമ്മുടെ ശ്വാസം ശ്രദ്ധിച്ചാൽ അറിയാം. ശ്വാസത്തിലും വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവും. ശ്വാസത്തിൽ അൺകൺട്രോൾഡ് മൈൻഡ്, അൺകൺട്രോൾഡ് ബ്രീത്തിന് കാരണമാകും. ശരിയായ രീതിയിലുള്ള പ്രാണായാമ പരിശീലനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാം. ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി നമുക്ക് റിലാക്സ് ചെയ്യാൻ കഴിയും. സ്ട്രെസ് ലെസ് ആയിട്ടുള്ള ഒരു ശരീരത്തെയും പിരിമുറുക്കമില്ലാത്ത ഒരു മനസ്സിനെയും സമ്പാദിക്കാൻ കഴിയും. അത് പരിശീലനത്തോടെ തീർച്ചയായും സാധിക്കും.